ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ടിപ്പല്ല തരുന്നത്. എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റ്, ഇപ്പൊ നിലവിൽ പ്രസന്റ്ലി നമുക്ക് ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റിന്റെ ZXi പ്ലസ് വേരിയന്റ് ആണ്. അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഞാനിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു സബ്സ്ക്രൈബറുടെ വാഹനമാണിത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ZXi പ്ലസ് ആണെന്നൊന്നും കൺഫേം ആക്കി തരാം. ഈ മീറ്റർ കൺസോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം TFT സ്ക്രീൻ വരുന്നത് ZXi പ്ലസിന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ, രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കാരണം ഇത്രയും പൈസ കൊടുക്കുന്ന സമയത്ത് ആ ഒരു രണ്ട് മൂന്ന് ഫീച്ചേഴ്സും കൂടെ ഉറപ്പായിട്ടും വേണ്ടിയിരുന്ന കാര്യങ്ങൾ. എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതായത് ഒരു ആംറസ്റ്റിന്റെ കുറവ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ വെറുതെ ഇട്ടിരിക്കേണ്ട ഒരു അവസരം വരികയാണ്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ആംറസ്റ്റ്, ഡോർ പാഡിൽ തന്നെ വരുന്ന ഒരു ആംറസ്റ്റ് ഉണ്ട്, അവിടെ നമുക്ക് സെറ്റ് ആണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിയർ വ്യൂ മിറർ, അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിററിന്റെ ഒരു കംപ്ലൈന്റ് പറയാനുള്ളത്. ഇലക്ട്രിക്കലി ഡിമ്മിങ് വരുന്ന ടൈപ്പ് മിറർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അതായത് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാനുവൽ ആയിട്ടാണ് ഡിമ്മിങ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഈ മാനുവൽ ഇത്രയും പൈസ മുടക്കി ഏറ്റവും ടോപ്പ് വേരിയന്റ് മേടിച്ചിട്ട് മാനുവൽ ആക്കുന്നത് മടുപ്പായിരുന്നു. ഇലക്ട്രിക്കൽ ആയിരുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിരുന്നു. കാരണം ബെലേനോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ടോപ്പ് വേരിയന്റ് വരുമ്പോഴത്തേക്ക് അത് വന്നുകൊണ്ടിരുന്നത്. ആ ഒരു വേരിയന്റ് ഇതിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം, ഹെഡ്ലൈറ്റ് ഓട്ടോ ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. ഇനി ഓട്ടോ ഫീച്ചർ അറിയത്തില്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എല്ലാവർക്കും അത് പറഞ്ഞു തരാം. ഓട്ടോ ഫീച്ചർ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് കാണാം, ഞാനിപ്പോ ഓട്ടോയാണ് ഇട്ടിരിക്കുന്നത് ഹെഡ്ലൈറ്റിൽ. കണ്ടോ, ഓട്ടോയാണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓട്ടോ ഫീച്ചർ വരുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഓട്ടോ വൈപ്പേഴ്സ് വരുന്നില്ല? കാരണം വൈപ്പർ, റിയർ വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്. ബട്ട് ഈ പറയുന്ന പോലെ ഒരു ഓട്ടോ വൈപ്പർ വരുന്നില്ല. അത് വേണമെങ്കിൽ കൊടുക്കായിരുന്നു. കാരണം ഈ ഓട്ടോ സെൻസർ അതല്ലെങ്കിൽ ഓട്ടോ ലൈറ്റ്, ഹെഡ്ലൈറ്റ് വരുന്ന സമയത്ത് അതിനുള്ള സെൻസേഴ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു സെൻസറും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റെയിൻ സെൻസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ടർ സെൻസറും കൂടെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വാട്ടറിന്റെ കണ്ടന്റ് അനുസരിച്ച് അല്ലെങ്കിൽ വീഴുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു വൈപ്പറും കൂടെ വർക്ക് ചെയ്യിക്കായിരുന്നു. പിന്നെ നാലാമത്തെ കാര്യം, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ പാസഞ്ചറിന്റെ തൊട്ട് താഴെ വഹിക്കുന്ന ഈ ഒരു സൺവൈസറിന്റെ ഗ്ലാസ് വരുന്നുണ്ട്. അത് എല്ലാത്തിലും കോമൺ ആണ്. പക്ഷെ എന്തുകൊണ്ട് ഒരു ലൈറ്റും കൂടെ കൊടുത്തില്ല? ആ ഒരു ലൈറ്റും കൂടെ കൊടുക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായെന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗ്ലോ ബോക്സിനകത്തും അതുപോലെ തന്നെ ലൈറ്റ് വരുന്നില്ല. ഈ രണ്ട് ഭാഗത്തെ ലൈറ്റ് കൊടുക്കായിരുന്നു എന്ന് എന്റെ ഒരു സജഷനാണ്. കാര്യങ്ങൾ എനിക്ക് ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓടിച്ചോണ്ടിരുന്ന സമയത്ത് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഇതും കൂടെ വരാമായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് കൂടെ ഇടുക.